ഇവിടെ വിശദീകരണം വന്നിരിക്കുന്നത്. റിപ്പോർട്ട് വന്നത് 19-ാം തീയതിയാണ്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് നടീനടന്മാരുടെ സംഘടനയായ അമ്മ പ്രതികരിക്കാൻ പോകുന്നത്. 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാധ്യമങ്ങളെ കാണും എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, സാധാരണയായി അമ്മ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ പ്രധാന ഭാരവാഹികളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ സിദ്ദിഖ് മാത്രമായിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണോ? എങ്ങനെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഈ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്? നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അമ്മ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാരവാഹികൾ എന്നിവരടക്കം ചേർന്നായിരിക്കും മാധ്യമപ്രവർത്തകരെ കാണുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സിദ്ദിഖ് തന്നെയായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ കൊച്ചിയിലുണ്ട്. അവരെ പലരും തന്നെയും കൊച്ചിയിലുള്ളവർ, ഇവിടേക്ക് ഭാരവാഹിത്വത്തിലുള്ളവർ കൊച്ചിയിലെ ഓഫീസിലേക്ക്, കല്ലൂരിലുള്ള ഓഫീസിലേക്ക് എത്താനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വിഷയത്തിൽ അമ്മയുടെ നിലപാട് വളരെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അടക്കം എത്തിയ സാഹചര്യത്തിലാണ് അമ്മ മിണ്ടുന്നില്ല എന്ന രീതിയിലേക്ക് അമ്മ ഈ അഭിപ്രായം പറയുന്നില്ല ഒരു വിഷയത്തിൽ എന്ന്. വളരെ നിർണായക വിഷയത്തിൽ അവർ എന്തുകൊണ്ടാണ് ശബ്ദമില്ലാതെ പോകുന്നതെന്ന വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. ഇന്ന് രാവിലെ ന്യൂസ് 8നോട് സംസാരിച്ച ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഇന്ന് സ്വാഭാവികമായി പ്രതികരിക്കാൻ തന്നെയാണ് അമ്മ തയ്യാറെടുക്കുന്നത്, വൈകാതെ തന്നെ ഉണ്ടാകും, സമയം അറിയിക്കുമെന്നെല്ലാം തന്നെ ന്യൂസ് 8നോട് പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ആ ഒരു സമയത്തിലേക്ക് വന്നിരിക്കുന്നു. അമ്മ ഇത് പഠിച്ച ശേഷം പ്രതികരിക്കുമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ആ റിപ്പോർട്ട് സംബന്ധിച്ച് അമ്മയുടെ എന്താണ് അവരുടെ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ 3 മണിക്ക് മാധ്യമങ്ങളെ കാണും, അമ്മയുടെ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ സിനിമാ സംഘടനകൾ ആരും തന്നെയും അഭിപ്രായം പറയാത്തതിനെ ചൊല്ലി രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരുന്നത്. അമ്മയും ഫെഫ്കയും ഒന്നും ആരും തന്നെയും കൃത്യമായൊരു നിലപാടിലേക്ക്, ഫിലിം ചേംബർ പോലും കൃത്യമായൊരു നിലപാടിലേക്ക് വരാതെ ഔദ്യോഗികമായ ഒരു നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്ന രീതിയിൽ തന്നെ വലിയ ചോദ്യമുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത്. 3 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പലരും തന്നെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്ദ്ര തോമസ്, നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കം ഇത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരുന്നു. എന്തുകൊണ്ട് സിനിമാ സംഘടനകൾ ആരും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നില്ല, അവരുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മ, താരസംഘടനയായ അമ്മ പ്രതികരിക്കുവാൻ, അവരുടെ നിലപാട് വ്യക്തമാക്കുവാൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ശരി ഡാനി, 3 മണിക്കാണ് അമ്മയുടെ വാർത്താ സമ്മേളനം. ജനറൽ സെക്രട്ടറി സിദ്ദിഖും കൊച്ചിയിലുള്ള മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. അമ്മയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ഒരു ഭിന്നതയുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്ന ചോദ്യം അമ്മയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റേജ് ഷോകളുടെ റിഹേഴ്സലും സ്റ്റേജ് ഷോയും ഇതെല്ലാം കാരണം സമയം കിട്ടിയിട്ടില്ല, റിപ്പോർട്ട് വായിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നായിരുന്നു അമ്മയുടെ ആദ്യ പ്രതികരണം. ഇപ്പോൾ എന്തായാലും പ്രതികരിക്കുവാനായിട്ട് അമ്മ തയ്യാറെടുത്തിരിക്കുകയാണ്. 3 മണിക്കാണ് താരസംഘടനയായ അമ്മയുടെ പ്രതികരണം വരാൻ പോകുന്നത്.